ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് പൊടി ഇഡ്ഡലി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പൊടി ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഡ്ഡലി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയ ഇഡ്ഡലി ആയാലും കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയായിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും പ്രശ്നമില്ല, ഏതായാലും മതിയാവും. ഞാനിപ്പോൾ ഒരു 6 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചെറിയ സ്പൂണിൽ 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടിയെല്ലാം നല്ലതുപോലെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കോട്ടിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ സീക്രട്ട് ഇഡ്ഡലി പൊടിയാണ്. അപ്പോൾ ഇഡ്ഡലി പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ചെറിയൊരു ബാറായിട്ട് ഇങ്ങനെ പോകും, അതിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേക്കണം. ആ ഇഡ്ഡലി പൊടിയാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഇഡ്ഡലിയിൽ നെയ്യെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പൊടി മാത്രമേ ആവുള്ളൂ. അതല്ല, ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പൊടി ആവശ്യമായിട്ട് വരും. നമ്മുടെ ഇഡ്ഡലി പൊടിക്ക് ഇച്ചിരി എരിവ് കുറവാണ്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ നെയ്യൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഈ ഇഡ്ഡലിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് വരും. നമുക്ക് എങ്ങാനും നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോരിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി നമ്മൾ നെയ്യ് ചേർക്കേണ്ടി വരും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് പൊടിയെല്ലാം നല്ലതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. ഈ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വരണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അതിനുശേഷം നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 2 മിനിറ്റിനകം, 2 മിനിറ്റ് വരെ വേണ്ട, ഒരു 1 മിനിറ്റൊക്കെ മതിയാവും. അത്രയും സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വൈകുന്നേരം ഒരു ചായക്കൊപ്പം ഇതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പൊടി ഇഡ്ഡലി കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇഡ്ഡലി എല്ലാം ബാക്കി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.